ഐലാഷസ് എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല ഐലാഷസ് എക്സ്റ്റൻഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഐലാഷസ് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഐലാഷസ് എക്സ്റ്റൻഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നാച്ചുറൽ ഐലാഷസിൻ്റെ തിക്നെസ് കുറഞ്ഞ് അത് കൊഴിഞ്ഞു പോകാനും ഐലാഷസിന് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ ഐലാഷസ് എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഐലാഷസിന് മാത്രമല്ല നമ്മളുടെ കണ്ണിനും ഇൻഫെക്ഷനും അലർജിക് റിയാക്ഷൻസും ഉണ്ടാവും. ഐലാഷസ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ വളരെ ഈസി ആണെങ്കിലും ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഏത് ബോഡി പാർട്ടിനേക്കാളും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐലാഷസ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ FDA അപ്രൂവ് ചെയ്യാത്ത ഒരു പ്രോഡക്ട്സും നമ്മളുടെ ഐലാഷസ് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കോണ്ടാക്ട് ലെൻസ് ഐലാഷസ് ഗ്ലൂവിൻ്റെ അടുത്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഈ കോണ്ടാക്ട് ലെൻസ് ഡാമേജ് ആയി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, FDA അപ്രൂവ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് പോലും നമ്മൾ ഐലാഷസ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഐ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്യുമ്പോഴും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇന്ന് വേൾഡിൽ FDA അപ്രൂവ് ആയിട്ടുള്ള ഒരു ഐലാഷസ് എക്സ്റ്റൻഷൻ കമ്പനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ ആ ബ്രാൻഡാണ് നവോലാഷ്. ഇതൊരു US ബേസ്ഡ് ബ്രാൻഡാണ്. ഈ പ്രോഡക്റ്റ് ഡിസൈൻഡ് ആൻഡ് മാനുഫാക്ചേർഡ് ബൈ ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ ഈ ഒരു പ്രോഡക്റ്റിനെ ബീറ്റ് ചെയ്യാൻ വേറെ ഒരു ബ്രാൻഡും തന്നെ ഇല്ല. ഇതിൻ്റെ പ്രോഡക്ട്സും ഇതിൻ്റെ ടൂൾസും ക്ലിനിക്കലി പ്രൂവ്ഡ് ആയതുകൊണ്ട് തന്നെ ക്യാൻസർ പേഷ്യൻസിന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും സേഫാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇന്ന് കേരളത്തിൽ നവോലാഷ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആകെ ഒരേ ഒരു സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ. അതാണ് ലൂഷോ ലോഞ്ച് നെയിൽ ലാഷ് സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി. അപ്പോൾ അതുകൊണ്ട് ഐലാഷസ് എക്സ്റ്റൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിങ്ങൾ ഈ സ്റ്റുഡിയോയിൽ പോയിട്ട് മാത്രമേ ഐലാഷസ് എക്സ്റ്റൻഷൻ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐലാഷസിനും നിങ്ങളുടെ കണ്ണിനും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.